നമുക്ക് വലിയ സാമ്പത്തിക ചെലവില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് മറ്റൊരാൾക്ക് വലിയ ഉപകാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം എന്താണ് വേണ്ടത്? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ജയപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഒരു വർക്ക്, ഒരു യേശുവിൻ്റെ രൂപം നിർമ്മിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾ, നിരവധി ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും അദ്ദേഹത്തിന് ചെറിയ ചെറിയ വർക്കുകൾ കൊടുക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ നാട്ടിൽ സമയത്ത് ഒരു ചെറിയ ഗണപതിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് അബുദാബിക്ക് കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം ജയപ്രസാദ് വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, എനിക്കൊരു വലിയ വർക്ക് കിട്ടി. ആ വീഡിയോ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. കൊരട്ടി കോനൂർ ഭാഗത്തുള്ള ശ്യാമലാൽ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ച് വർക്ക് കൊടുത്തത്. വലിയ വർക്കായിരുന്നു. ഏകദേശം 1,00,000 രൂപയുടെ വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മരവും പണിക്കാശും എല്ലാം കൂടി കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇപ്പോൾ നിലവിൽ ചെയ്ത ആ ഒരു പുതിയ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിരുന്നു. നമുക്ക് ആ വർക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. 5 അടി ഉയരത്തിലുള്ള മുന്നോട്ട് കുതിച്ച് ചാടാൻ നിൽക്കുന്ന ഒരു കുതിരയുടെ ശില്പമാണ് ജയപ്രസാദ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 16 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള തേക്കിൻ്റെ തടിയിൽ 5 അടി ഉയരത്തിലുള്ള ഒരു തടിയിലാണ് കൊത്തിയെടുത്തേക്കുന്നത്. ജയപ്രസാദിൻ്റെ അത്രയും തന്നെ ഉയരമുണ്ട്, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മുന്നോട്ട് നിൽക്കുന്ന കാലുകൾ മാത്രം സെപ്പറേറ്റ് കൊത്തിയെടുത്ത് അറ്റാച്ച് ചെയ്തതാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗവും കൊത്തിയെടുത്തേക്കുന്നത് ഒറ്റ തടിയിലാണ്. ശ്യാമലാൽ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ജയപ്രസാദിനെ വിളിച്ച് ഈ വർക്ക് ഏൽപ്പിച്ചത്. ഏകദേശം 45ഓളം ദിവസത്തെ പണിയുണ്ടായിരുന്നു പറഞ്ഞു. ഒരു യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപവും ഈ കുതിരയും കൂടി 45ഓളം ദിവസത്തെ വർക്കുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 60,000-65,000 രൂപയോളം കൂലി മാത്രമായിട്ട് കിട്ടി എന്ന് പറഞ്ഞ് ജയപ്രസാദ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് വലിയ സന്തോഷം തോന്നി. അതിനകത്ത് ജയപ്രസാദ് പറഞ്ഞൊരു കാര്യം, ചേട്ടൻ ചെയ്ത ഒരു വീഡിയോ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത്തരം വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ പോലും ഞാൻ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞത് തന്നെ ഇപ്പോഴാണ്. അതുവഴി നിരവധി ചെറുതും വലുതുമായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കും വളരെ സന്തോഷമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. കാരണം നമ്മൾ വലിയ എഫർട്ടൊന്നും ഇല്ലാതെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു വർക്ക് നടന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ വന്ന ഒരു സംതൃപ്തിയും സന്തോഷവും എന്നെ അറിയിച്ചു. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തു. ജയപ്രസാദ് നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നാട്ടിൽ ചെന്നപ്പോൾ ജയപ്രസാദിനെ മീറ്റ് ചെയ്തു. ഒരു ചെറിയ വർക്ക് ജയപ്രസാദിനെ ഞാനും ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ ഒരു സുഹൃത്തിനെ, ഒരു നല്ല സുഹൃത്തിനെ കൂടി നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കിട്ടി എന്നുള്ളതാണ് അതിലേറെ സന്തോഷം. എന്നെ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇടുമ്പോൾ ജയപ്രസാദ് പറഞ്ഞു, എനിക്ക് കടമറ്റം പള്ളിയിൽ ഒരു വർക്കിന് വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാനത് പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് എനിക്ക് അതിനേക്കാളേറെ സന്തോഷമായി. കാരണം കടമറ്റത്ത് കത്തനാർന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു പള്ളിയിലേക്കുള്ളൊരു വർക്ക് അത് ജയപ്രസാദിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അതിന് നമ്മളൊരു നിമിത്തമാവാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവാനുള്ളത്. ഈ ഒരു കുതിരയും യേശുക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 40-45 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം പണി തീർത്ത് ആ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അത് ജനുവരി-ഫെബ്രുവരി മാസത്തിലാണ് അതിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടാവുന്നത്. ആ സമയമാകുമ്പോഴേക്കാണ് ഇത് പോളിഷൊക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്നാലും ജയപ്രസാദിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് അത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരും വളരെ ഹാപ്പിയായി എന്ന് പറഞ്ഞു. നമ്മൾക്ക് സോഷ്യൽ മീഡിയ വഴി നിരവധി നല്ലതും ചീത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന നല്ല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ ഒരു കാര്യമായിരിക്കും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യാനായിട്ട് പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്നെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നമ്മളുടെ വീഡിയോ കാണുകയും കേൾക്കുകയും ഫോർവേഡൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത നിരവധി ആളുകൾ ഉണ്ട്. ചിലർ പേഴ്സണലി മെസ്സേജിൻ്റെ സന്തോഷം അറിയിക്കാറുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ്. ജയപ്രസാദിൻ്റെയും കൂടിയുള്ള ഒരു നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. തുടർന്നും വീഡിയോസ് കാണുക. ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുക. അത് എന്നെ മാത്രമല്ല, ഇത് ഈ വീഡിയോ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൂടിയാണ്. ഒരു ഞെക്കും കൊണ്ട്, ഒരു ഷെയർ ബട്ടണിലുള്ള ഒരു ക്ലിക്കും കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നന്മ നമുക്ക് എന്താണ് വേറെ ചെയ്യാനുള്ളത്. എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ നീലീശ്വരം കമ്പനിപ്പടി ഭാഗത്താണ് ജയപ്രസാദിൻ്റെ വീട്. ജയപ്രസാദ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് ജയപ്രസാദിൻ്റെ കസിൻ സുരേഷ് ഏട്ടൻ്റെ വർക്ക്ഷോപ്പിലിട്ടിട്ടാണ്. ജയപ്രസാദിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. ഇതുപോലുള്ള വർക്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വീട്ടിൽ മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ കൊത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജയപ്രസാദിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിൻ്റെ
10 മടങ്ങ് ഭംഗിയായിട്ട് ആ ഒരു ശില്പം ജയപ്രസാദ് നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്ത് എത്തിച്ച് നൽകുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ജയപ്രസാദിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഷെയർ ബട്ടൺ ഞെക്കി ഫേസ്ബുക്കിൽ ആ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു സാമ്പത്തിക ചിലവില്ല, വലിയ സമയം വരുന്ന കാര്യമൊന്നുമല്ല. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് അയാളുടെ ജീവിതമാർഗത്തിൽ അയാൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യം ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, എന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ ചെറിയ നറുക്കെടുപ്പിലൂടെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റെസ്പോൺസ്, അവരുടെ സന്തോഷം, അതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അങ്ങനെ കണ്ടാൽ മതി. ഒരാൾക്ക് നമ്മൾക്ക് സോഷ്യൽ മീഡിയ വഴി ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല കാര്യം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ലതും ചീത്തയൊക്കെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. നമ്മൾ നല്ലതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.